the banner of Ajit Vinayaka Films. Please put your hands together and thank you, sir, for bringing such an amazing movie onto us. നമ്മൾക്ക് ഈ ഒരു ഫിലിം ഇവിടെ കാണാൻ പറ്റുന്നത് because of the distributors, and Fars has had its name fair game in the industry. Let me welcome Pradeep from Fars. Please put your hands together for Fars. Welcoming Mr. Suresh from Global Media Hub. Mr. Suresh, please put your hands together for Mr. Suresh. നമുക്ക് എപ്പോഴും നമ്മുടെ സ്പോൺസേഴ്സിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. So from the Lulu Group, Mr. Tampan, the regional director of Lulu Group, welcoming him onto the stage. Please put your hands together for Mr. Tampan. Last but not the least, Ajit Ibrahim, who is the chairman of. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ദുബായിലേക്ക് വരുമ്പോൾ നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം ഏറ്റുവാങ്ങാൻ ഇവിടെ വീണ്ടും എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ സിനിമ പൊന്മാൻ വലിയൊരു വിജയമാക്കി തീർത്ത സിനിമ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല. ഞങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഇതൊരു നല്ല സിനിമയാണ്. നിങ്ങൾക്ക് ആർക്കും നിരാശ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ഫൈറ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയണോ അതോ ഇപ്പോൾ ഈ ചോദ്യം മാത്രം ചോദിച്ചാൽ മതി? അപ്പോൾ എല്ലാവരും പോയി കാണാം. ഒരു അജേഷ് PP എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് ഈ സിനിമ. അതേസമയം ഡൗറി സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ ഫൈറ്റും ഉണ്ട് ഈ സിനിമയിൽ. ലിജോമോളിജിയുടെ ക്യാരക്ടർ ഒരു പൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം പൊന്ന് എത്രമാത്രം എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. അതേസമയം സ്ത്രീധനവുമായിട്ട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്നതും ഗോൾഡാണ്. അപ്പോൾ ഗോൾഡ് പല രീതിയിലും വില്ലന്മാരായിട്ട് വരുന്ന കുടുംബങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്ത്രീധനം എന്നൊക്കെ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിന് വളരെ എൻ്റർടൈനറായിട്ട് ഒരു കമേഴ്ഷ്യൽ സിനിമയായിട്ട് നല്ല പാട്ടുകൾ ഇപ്പം മറ്റേ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച ആർഭാടം അല്ലെങ്കിൽ പ്രൈഡാത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളും ആക്ഷൻ സീക്വൻസുകളും കുഞ്ഞു ഹ്യൂമറും എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് അവസാനം അജേഷിൻ്റെ വിജയത്തിൽ സന്തോഷിക്കാൻ, അജേഷിൻ്റെയും സ്റ്റെഫിയുടെ ഒക്കെ വിജയത്തിൽ സന്തോഷിക്കാനും മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാനും പറ്റുന്ന പോലത്തെ ഒരു അനുഭവം ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനറായിട്ട് വെൽ പാക്ഡായിട്ട് എത്തിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. രവിശങ്കർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡെബ്യൂ സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. യങ്സ്റ്റേഴ്സിനും അതേപോലെ തന്നെ ഫാമിലി സ്ത്രീകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണെന്നുള്ളത് ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു. ഞാൻ പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അജേഷ് ഉണ്ടാവും. എത്ര വലിയ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും തോറ്റ് തുണ്ടാൻ പാടിയെങ്കിൽ ഒരിക്കലും ഗുണം നൽകാൻ പോകുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഇമ്പോസിബിൾ ആണെന്ന് എല്ലാവരും പറയുന്ന സാഹചര്യത്തിലാണ് പോലും ഫൈറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള നോക്കില്ല എന്ന് പറയുന്ന ആവേശത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. പോരാട്ടമാണ് ജീവിതം. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി ഒരു ക്യാരക്ടറാണ് അജേഷ്. അപ്പോൾ അങ്ങനത്തെ അജേഷ്മാരാണ് നമ്മളെല്ലാവരും നമ്മൾ വളരെയധികം അപ്രീസിയേഷൻ കിട്ടിയ ഒരു സിനിമ പൊന്മാനാണ്. അപ്പോൾ എൻ്റെ ആക്ടിങ് കരിയറിലും ഇത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പൊന്മാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാ പ്രവാസികൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. മുമ്പ് ഉണ്ടായിട്ടുള്ള എല്ലാ സിനിമകളും ജയജയനാണെങ്കിലും ജാനവനാണെങ്കിലും പൈതു ചാനറാണെങ്കിലും ഗുരുവായൂർ അമ്പലനടയിലാണെങ്കിലും സാലിമിയാണെങ്കിലും മുടക്കുള്ളിയാണെങ്കിലും സൂക്ഷ്മദർശിനിയാണെങ്കിലും എല്ലാ സിനിമകൾക്കും നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ആക്ടറിനുള്ള എൻ്റെ കരിയറിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. അപ്പോൾ ഇതും തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. നിങ്ങൾ ആരും നിരാശപ്പെടില്ല എന്ന് വീണ്ടും ഞാൻ ഉറപ്പ് വരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അതെ അതായത് ആത്മഹത്യ ചെയ്യാൻ പോണ കൂട്ടുകാരുടെ അടുത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് എസ്കേപ്പ് ആയ ഒരു കൂട്ടുകാരുടെ അടുത്ത് പോരുന്ന ഡയലോഗാണ്. അതായത് പെട്ടെന്ന് മറന്നുപോയി. ഓക്കെ, എന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്താൽ ചെറുത്തതി കൊണ്ടിട്ടും കള്ളക്കേട് കേട്ടിട്ടും വിട്ടു കൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ളവരാണല്ലോ ഇതൊക്കെ ഭാവിക്കുന്നത്. ആഘോഷമാണ്. ലൈക്ക് കിട്ടുന്ന അവസരത്തിലെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യണം. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ്. അജേഷാണ് അജേഷ്. കറക്റ്റായിട്ട് ഇങ്ങനെയല്ല, ഇതുപോലെയൊക്കെ എന്തോ ആണ്. ഒരു ഡൗട്ട് നമുക്കുണ്ട്. നമ്മുടെ
യൂണിവേഴ്സ് എങ്ങനെ പോകുന്നു? സൽസ ശബം പോലെ ആ ഹാൻഡ് ഷേക്ക് യൂണിവേഴ്സിന്റെ കാര്യം കൂടെ അറിയാനായിട്ട് ഇവിടെയൊക്കെ ഞങ്ങൾക്ക് വരുമ്പോൾ ആകാംക്ഷയുണ്ട്. എനിക്ക് പേടിയാണ് കഴിക്കാൻ തരുമല്ലോ. അതുകൊണ്ട് നേരത്തെ ഇവിടെ സ്റ്റേജിലേക്ക് വന്ന ചേട്ടന്മാരൊക്കെ വന്നപ്പോൾ ബൈക്കും പിടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു, ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കൈ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ കണ്ടുള്ളൂ. പേടിയാക്കി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ബേസിൽ. ഈ ഒരു മൂവി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ സ്റ്റെഫി ഗ്രാഫ് എന്ന് പറഞ്ഞ കഥാപാത്രം നമുക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ലിജോ മോൾ ജോസ് എങ്ങനെയുണ്ട് ഈ ഒരു കഥാപാത്രം? ഇപ്പൊ ഈ സക്സസ് സെലിബ്രേഷൻ ഹൗ ഡു ഫീൽ അബൌട്ട് ഇറ്റ്? ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കൂട്ടത്തിൽ ആരെങ്കിലും സിനിമ കാണാനുണ്ടെങ്കിൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനിടയിൽ ആരെങ്കിലും ഒക്കെ കാണാനുണ്ട്, അവരോടും പോയി കാണാൻ പറയണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. സിനിമയെക്കുറിച്ച് ഓൾറെഡി ബേസിൽ പറഞ്ഞു, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. എനിക്ക് പറയാനാണെങ്കിൽ ഇത് ഒരു ലൈഫുള്ള സിനിമയാണ്. അതേപോലെ ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരും എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കണ്ട് നിരാശരാകില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ്. സപ്പോർട്ട് ചെയ്യാം. Thank you. Welcoming the next person, Mr. Suresh from Global Media Hub to receive the memento. Please put your hands together for Mr. Suresh. Thank you. Next I invite Mr. Pradeep from Fast Films to receive the memento. Mr. Rahis to receive the memento.